ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്നേഹം നടിക്കുന്ന പാർട്ട്നേഴ്സ്. അതായത് പുറത്ത് നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, എന്നാൽ അവരുടെ ഉള്ളിൽ ഭയങ്കര വെറുപ്പുമായിരിക്കും. ഇങ്ങനെ ഉള്ളവരെ തിരിച്ചറിയാനുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്. ഏകദേശം ഒരു 4 കാര്യങ്ങൾ. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ. നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് സ്നേഹം നടിക്കുന്ന ആളുകളാണെങ്കിൽ അവർ ആദ്യമേ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒലിപ്പീരായിരിക്കും. അതായത് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. പൊന്നെ, തേനെ, ബാലെ എന്നൊക്കെ വിളിക്കത്തുള്ളൂ. അത് ആ കാണുന്ന ടൈം മാത്രമായിരിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുകയാണ്, ഈ കാണുന്ന സമയം മാത്രം ഭയങ്കരമായിട്ട് സ്നേഹം അഭിനയിക്കുകയാണ്. തൂക്കൽ, തലോടൽ, ഉമ്മ വെക്കൽ, ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് കാണിക്കും. ഒലിപ്പീര്. ഇങ്ങനെ ഒലിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ പാർട്ട്ണർ എങ്കിൽ ഒന്ന് സൂക്ഷിച്ചു. അവർ സ്നേഹം നടിക്കുവാണ്. ഒരിക്കലും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ വക ഷോയും കാര്യങ്ങളൊന്നും ആരും കാണിക്കത്തില്ല. ഇങ്ങനെ ഒലിപ്പീരോ അല്ലെങ്കിൽ മോളെ, പൊന്നെ, വാവാച്ചി ഇങ്ങനെയൊന്നും ആരും വിളിക്കത്തുമില്ല. അങ്ങനെ വിളിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ പുറമെ, അതായത് ആരെങ്കിലും കാണുമ്പോൾ മാത്രം ഇങ്ങനെ വിളിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. അതായത് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോട് സ്നേഹമൊന്നും ഇല്ല എങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടെ മുഖത്തേക്ക് മാത്രം നോക്കി സംസാരിക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അവർ അവിടെയും ഇവിടെയും നിലത്തും അല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ മുകളിലേക്കും ഒക്കെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുകയോ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുകയോ ഒന്നും അവർ ചെയ്യത്തില്ല. കണ്ണിൽ നോക്കി അവർ സംസാരിക്കത്തേ ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ മുഖത്ത് നോക്കാൻ മടി അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഉള്ളിൽ നിങ്ങളോട് വെറുപ്പാണ്, പുറമേയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഒരുതരം ഒളിച്ചോട്ടമാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ ഒരു പാർട്ട്ണറുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയം വരെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. എന്നിട്ട് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കഴിയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? ഓ, ഞാൻ വന്നില്ല, എനിക്ക് വയ്യ, നീ പോയിട്ട് വാ, എനിക്ക് ആകെ തലവേദന എന്നൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും. അതായത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകണം. ഇങ്ങനെ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് റെഡിയാവുകയാണ്. നിങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ പാർട്ട്ണർ പറയാണ്, എനിക്കിപ്പോൾ ആകെ തലവേദന എടുക്കുകയാണ്, എനിക്കെന്തോ ഒരു മൂഡില്ല വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വീട്ടിൽ ഇരിക്കാം, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ അവർ പറയും, ഓ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാറും എന്നൊക്കെ പറയും. നീ പോയിട്ട് വാ, എനിക്കിപ്പോൾ വയ്യ, നീ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ട് അവർ വിടും. കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി തീരെ താല്പര്യമില്ല. എന്നാൽ ആദ്യം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങളും പോവില്ല, അവിടെ വഴക്കാവും. ഒരു വഴക്കിനൊന്നും അവർക്ക് താല്പര്യമില്ല. നിങ്ങളുടെ കൂടെ വരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കാനോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ് ഈ ഒരു തലവേദന അല്ലെങ്കിൽ ഈ ഒരു വയ്യായിക. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളോട് കാണിക്കുകയാണ്. അതായത് എവിടെയെങ്കിലുമൊക്കെ പോകാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് മാക്സിമം അവർ മാറിയിരിക്കും. അതായത് നിങ്ങൾ അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് ഏറ്റുപോയി അപ്പുറം ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുക. ഇങ്ങനെയൊക്കെ ഒരു തരം ഒളിച്ചോട്ടം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, ആകെ വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ പുറത്തത് കാണിക്കാനും താല്പര്യമില്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഒരുതരം അസൂയയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മാത്രം ഒരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു ഹാപ്പി ന്യൂസ് വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് പറയുകയാണ്. നിങ്ങളിത് പറയുന്നത് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇതിലൊക്കെ ഗിഫ്റ്റ് വാങ്ങി തരണം, നിങ്ങളെക്കുറിച്ച് പൊക്കി പൊക്കി പറയണം. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഓടി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടായ അച്ചീവ്മെൻറ്റ്സൊക്കെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾ പറയുന്നത്. എന്നാലോ നിങ്ങളിത് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷമില്ല, കേൾക്കാൻ ഒട്ടും താല്പര്യവുമില്ല, വലിയ ചിരിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഓ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ നിസ്സാരമല്ലേ, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ കാണുന്നത് എങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമല്ല, മറിച്ച് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് ചെറിയ അസൂയയാണ്. നിങ്ങൾക്കത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒന്നുമില്ല. അതുമാത്രമാണ് അവരുടെ ഫേസിൽ ആ ഒരു സമയം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ എടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല, വെറുതെ സ്നേഹം നടിക്കുകയാണ്. ഇതാണ് സ്നേഹം നടിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു 4 കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഒലിപ്പീര് തന്നെയാണ്. അതായത് മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും നിങ്ങളെ പൊക്കി പൊക്കി പറയും, അല്ലെങ്കിൽ ഭയങ്കര സ്നേഹം അഭിനയിക്കും. ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള സൈൻ കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.